ഡ്രൈ സ്കിൻ കൊണ്ട് സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാം എത്ര ഫ്രസ്ട്രേറ്റഡ് ആണ് അതെന്നുള്ളത് അല്ലേ. അപ്പോൾ ഒരു കോൾഡ് വെതറിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഹാഷ് പ്രോഡക്ട്സ്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിൻ ഡ്രൈ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടാവും. ബട്ട് ഡോണ്ട് വെറി, നിങ്ങളുടെ സ്കിൻ കുറച്ച് സോഫ്റ്റ് ആക്കാനുള്ള എഫക്റ്റീവ് ആൻഡ് സിമ്പിളായിട്ടുള്ള സ്കിൻ കെയർ ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് തന്നെ ക്ലെൻസിങ് ആണ്. ക്ലെൻസിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് പേര് ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് സ്കിന്നിലുള്ള നാച്ചുറൽ ഓയിലിനെ കളയുന്ന രീതിയിലുള്ള ഹാർഷായിട്ടുള്ള ക്ലെൻസേഴ്സ് ഉപയോഗിക്കുക എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രൈ സ്കിന്നിന് ഏറ്റവും കൂടുതൽ വേണ്ടതെന്ന് പറയുന്നത് ഒരു ജെൻറ്റിൽ ആൻഡ് ഹൈഡ്രേറ്റിംഗ് ക്ലെൻസേഴ്സ് അല്ലെങ്കിൽ ഫേസ് വാഷസ് ആണ്. അതുകൊണ്ട് തന്നെ ക്രീമി ആയിട്ടുള്ള നോൺ ഫോമിങ് ആൻഡ് സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ക്ലെൻസേഴ്സ് ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ദ ബെസ്റ്റ് 2 പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഡോട്ട് ആൻഡ് കീയുടെ ബാരിയർ റിപ്പയറിംഗ് പ്ലസ് ജെൻറ്റിൽ ഹൈഡ്രേറ്റിംഗ് ക്ലെൻസറും, വേറൊരു ബെസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് തന്നെ സെറ്റഫിലിൻ്റെ പാരബൻ ആൻഡ് സൾഫേറ്റ് ഫ്രീ ജെൻറ്റിൽ സ്കിൻ ക്ലെൻസറുമാണ്. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടോണറാണ്. നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും ഓയിലി സ്കിന്നിന് വേണ്ടിയിട്ട് മാത്രമല്ല ടോണർ എന്നുള്ളത്. അങ്ങനെയല്ല, ഡ്രൈ സ്കിൻ എന്ന് പറയുമ്പോൾ നിങ്ങളൊരു ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ടോണർ ഉപയോഗിക്കാൻ നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്കിൻ ഒരു മോയ്സ്ചർ തരുന്ന രീതിയിലുള്ള ടോണേഴ്സ് ഉപയോഗിക്കാനായിട്ട് നോക്കുക. അതുകൊണ്ട് തന്നെ ആൽക്കഹോൾ ബേസ്ഡ് ടോണേഴ്സിനെ സ്കിപ്പ് ചെയ്തിട്ട് പകരം അലോവേര, ഗ്ലിസറിൻ ആൻഡ് ഹൈലൂറോണിക് ആസിഡ് പോലുള്ള ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ള ടോണേഴ്സ് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം നിങ്ങൾക്ക് യൂസ് ആക്കാൻ പറ്റിയ 2 ടോണർ ഏതാണെന്ന് വെച്ചാൽ ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ ആൽക്കഹോൾ ഫ്രീ ടോണറും ഗുഡ് വൈബ്സിൻ്റെ ഹൈഡ്രേറ്റിംഗ് ടോണറുമാണ്. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു ഹൈഡ്രേറ്റിംഗ് സിറം യൂസ് ചെയ്യാം. അത് നിങ്ങളുടെ സ്കിന്നിന് മോയ്സ്ചർ ലോക്കാക്കുന്ന രീതിയിലുള്ള ഒരു ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള സിറംസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതുകൊണ്ട് തന്നെ സിറംസ് നോക്കുമ്പം ഹൈലൂറോണിക് ആസിഡ്, ഗ്ലിസറിൻ, അതുപോലെ സ്ക്വാലൈൻ അതുപോലുള്ള ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ള സിറംസ് നോക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നിങ്ങൾക്ക് യൂസ് ആക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് സിറം എന്ന് പറയുന്നത് ഈ ഒരു റെവീറ്റ ലിഫ്റ്റിൻ്റെ 1.5% ഹൈലൂറോണിക് ആസിഡ് സിറം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഒരു ഫ്യൂ ഡ്രോപ്സ്, ഇതായാലും ഏത് സിറമായാലും നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഏത് സിറമായാലും ഫ്യൂ ഡ്രോപ്സ് മാത്രം എടുത്തിട്ട് സ്കിന്നിലൊന്ന് പാറ്റ് ചെയ്യുക മാത്രമേ ചെയ്യുള്ളൂ. ഒരിക്കലും ഇങ്ങനെ ഇട്ട് തേച്ച് പിടിപ്പിക്കരുത്. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മോയ്സ്ചറൈസിങ് ആണ്. മോയ്സ്ചറൈസിങ് എന്ന് പറയുമ്പോൾ യു നീഡ് ദ സംതിങ് റിച്ച് ബട്ട് നോട്ട് ടു ഹെവി. അതുകൊണ്ട് തന്നെ ഒരു ഗുഡ് ക്രീം ബേസ്ഡ് മോയ്സ്ചറൈസേഴ്സ് സെലക്ട് ചെയ്യാനായിട്ട് നോക്കുക. അതുപോലെ സെറാമൈഡ്, അതുപോലെ റിച്ച് ആയിട്ടുള്ള ഓയിൽസ്, അവക്കാഡോ, ജോജോബോ ഓയിൽ പോലുള്ള ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് സെലക്ട് ആയിട്ട് നോക്കുക. ഇത് ഇങ്ങനത്തെ ഈ ഓയിൽ അല്ലെങ്കിൽ ഒരു സെറാമൈഡ് എന്ന് പറയുന്ന ഇൻഗ്രീഡിയൻസ് നിങ്ങളുടെ സ്കിന്നിൽ മോയ്സ്ചർ ലോക്ക് ചെയ്യാനായിട്ട് ഹെൽപ്പാക്കും. നിങ്ങൾക്ക് പറ്റിയ 2 മോയ്സ്ചറൈസേഴ്സാണ് ഡോട്ട് ആൻഡ് കീയുടെ സെറാമൈഡ് ആൻഡ് ഹൈലൂറോണിക് ആസിഡ് മോയ്സ്ചറൈസറും, അതുപോലെ തന്നെ സെറാമൈഡ് ആൻഡ് ഹൈലൂറോണിക് ആസിഡ് മോയ്സ്ചറൈസറും. അതുപോലെ മറക്കരുത്, എന്ത് യൂസ് ആക്കിയാലും ഫേസിൽ മാത്രമല്ല നെക്കിലും ഒരുപോലെ അപ്ലൈ ചെയ്യണം. ആൻഡ് ഓഫ് കോഴ്സ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സൺസ്ക്രീനാണ്. അപ്പം ഏതൊരു സ്കിൻ ടൈപ്പ് ആയാലും സൺസ്ക്രീൻ എന്ന് പറയുന്നത് മസ്റ്റായിട്ടുള്ള കാര്യമാണ്. സണ്ണിൽ നിന്നിട്ടുള്ള UV റേസ് നിങ്ങളുടെ സ്കിൻ കുറച്ചും കൂടെ ഡ്രൈ ആക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഹൈഡ്രേറ്റിംഗ് അല്ലെങ്കിൽ മോയ്സ്ചറൈസിങ് സൺസ്ക്രീൻ യൂസ് ആക്കുക. സൺസ്ക്രീൻ എടുക്കുമ്പോൾ തന്നെ അറ്റ്ലീസ്റ്റ് 40+ SPF ഉള്ള സൺസ്ക്രീൻസ് യൂസ് ആക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് പറ്റിയ 2 സൺസ്ക്രീനാണ് ഡോക്ടർ ഷെത്തിൻ്റെ സെറാമൈഡ് ആൻഡ് വൈറ്റമിൻ C സൺസ്ക്രീൻ, പിന്നെ ഒന്ന് ഡെർമാക്കോയുടെ 1% ഹൈലൂറോണിക് ആസിഡ് ജെൽ സൺസ്ക്രീൻ. പിന്നെ ഒരു ബോണസ് ടിപ്പും കൂടെ ഞാൻ പറഞ്ഞു തരാം. നിങ്ങളുടെ സ്കിൻ ഒന്ന് ഡീപ്പ് മോയ്സ്ചറൈസ് ചെയ്യാനായിട്ട് ആഴ്ചയിൽ 1 അല്ലെങ്കിൽ 2 വട്ടം ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഫേസ് മാസ്ക് നിങ്ങളുടെ ഫേസിൽ യൂസ് ആക്കാൻ ശ്രമിക്കുക. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഹണി, അവക്കാഡോ അല്ലെങ്കിൽ അലോവേര പോലുള്ള ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ള ഫേസ് മാസ്ക് യൂസ് ആക്കാം. അത് ഇട്ട് ഒരു 15 to 20 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക. എന്നിട്ട് അത് വാഷ് ഔട്ട് ചെയ്ത് കളയുക. അപ്പോൾ ഇത്രയാണ് ഒരു ഡ്രൈ സ്കിന്നിന് പറ്റിയിട്ടുള്ള സിമ്പിൾ ആൻഡ് എഫക്റ്റീവ് സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ റൈറ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ള പ്രോഡക്ട്സ് മാത്രം സെലക്ട് ചെയ്തിട്ട് നിങ്ങളുടെ സ്കിൻ ഹൈഡ്രേറ്റിങ്ങും നറിഷായിട്ടും വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വല്ലപ്പോഴും മാത്രമല്ല കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങളത് യൂസ് ആക്കുക. അപ്പോൾ നിങ്ങളുടെ സ്കിൻ മോയ്സ്ചറൈസിങ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ആകും. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഡ്രൈ സ്കിൻ വേണ്ടിയിട്ട് ഏതൊക്കെ രീതിയിലുള്ള പ്രോഡക്റ്റ്സാണ് യൂസ് ആക്കിയിരുന്നത്, അതുകൊണ്ട് തന്നെ ഡ്രൈ സ്കിൻ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള സ്കിൻ കെയർ ടിപ്സിന് വേണ്ടിയിട്ട് വീഡിയോ ലൈക്ക് ചെയ്യാൻ
സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.